ഹലോ ഗൈസ്, നമ്മളിന്ന് ഇസ്വിസ് എന്നൊരു പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോന്ന് അറിയില്ല, സ്മാർട്ട് ഒരു ക്യാമറയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതൊരു സ്മാർട്ട് ക്യാമറയാണ്, വൈഫൈ ക്യാമറ എന്നൊക്കെ പറയും. നമുക്ക് വൈഫൈയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിൽ ഇതിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. വാട്ടർ പ്രൂഫാണ്, കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ള H.2565 വീഡിയോ കംപ്രഷനൊക്കെ ഉള്ളൊരു സംഭവമാണ്. നൈറ്റ് വിഷൻ, രാത്രി നമുക്ക് പകൽ പോലെ കാണാം, അത്ര ഇതൊക്കെ ഉള്ള ഒരു സംഭവമാണ്. വാട്ടർ പ്രൂഫൊക്കെയാണ് ഗൈസ്. കണ്ട അടിപൊളി ക്യാമറയാണ്. നമുക്കിതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാമറ, സ്മാർട്ട് ക്യാമറ, ഹോം ക്യാമറ. ഇസ്വിസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഗൈസ്. ഇതിനകത്ത് കുറേ ടെക്നോളജി, AI, ഓട്ടോ ട്രാക്കിംഗ് ഒക്കെ ഉള്ളൊരു സിസ്റ്റമാണ്. കണ്ട 2K റെസൊല്യൂഷൻ, നൈറ്റ് വിഷനൊക്കെ കണ്ട. രണ്ട് സൈഡിലും നമുക്ക് സംസാരിക്കാം, ഫോണിലൂടെ ക്യാമറയിൽ സംസാരിക്കാം, ക്യാമറയിൽ കൂടെ അങ്ങനെ സംസാരിക്കാം. വാട്ടർ പ്രൂഫാണ്, നമുക്ക് പുറത്തായാലും കുഴപ്പമില്ല, പെട്ടെന്ന് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. H.2565 വീഡിയോ കംപ്രഷൻ നമുക്ക് കിട്ടുന്നതാണ്. അല്ല, 360 ഡിഗ്രി വരെ ഇത് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ സൂം ട്രാക്കിംഗ് ഉണ്ട്, നമ്മൾ നടന്നു പോയാൽ നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരും. കണ്ട, ഇതിന് ഇത്രയും ഡിഗ്രിയൊക്കെ വരെ 360 ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ക്യാമറ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഒരു പ്രൊമോഷനല്ല, ഞാൻ മേടിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ലൊരു പാക്കിങ്ങിലൊക്കെയാണ് ഈ സംഭവം വന്നതാണ്. കണ്ട, ചുറ്റും ഒരു കവറൊക്കെ ഇട്ട്. അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു യൂസർ മാനുവലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യാമറ, അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടും. അതിനകത്തൊരു QR കോഡ് ഉള്ളത്, സ്കാൻ ചെയ്താലാണ് നമ്മുടെ ക്യാമറയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ക്യാമറയുടെ അടിയിലായിട്ട് ആ QR കോഡ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ആ പേരിലുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നത് ഗൈസ്. നമ്മുടെ ക്യാമറ പുറത്തെടുക്കുമ്പോൾ തന്നെ ക്യാമറയുടെ കൂടെ രണ്ട് വയർ തന്നെ ആദ്യം തന്നെ പുറത്ത് വന്നേക്കാണ്. ഒരെണ്ണം എന്നുള്ളത് നമുക്ക് ഇൻ്റർനെറ്റ് കേബിൾ വെച്ച് കണക്ട് ചെയ്യാനുള്ളതും, പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിന് പവർ ചെയ്യാനുള്ള പവർ അഡാപ്റ്റർ കുത്താനുള്ളൊരു കേബിളിൻ്റെ ഒരു പോർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻ്റർനെറ്റ് കുത്തിയാൽ നിങ്ങൾക്ക് നേരെ കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം. ഇതിൻ്റെ വോൾട്ടേജ് ഉള്ള ഒരു അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ കിട്ടും. ആ ഇത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ തന്നെ ആദ്യം തന്നെ പുറത്തെടുക്കാം ഗൈസ്. ഇതാണ്, കണ്ട, ഒരു അടിപൊളി ക്യാമറയാണ്. കണ്ട, 4 ലൈറ്റൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് 2 LED ഇൻഫ്രാറെഡും 2 LED നമ്മുടെ ഒരു ലൈറ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ സ്റ്റിക്കർ അയക്കുമ്പോൾ തന്നെ ക്യാമറ തിളങ്ങണുണ്ടോ ഗൈസ്. ഇത് നല്ല ഒരു വിഷ്വൽ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് പതിയൊന്ന് കണക്റ്റൊക്കെ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ മുകളിലായിട്ടാണ് ഇത് ഇവിടെ കണ്ടത്, 2 സ്ക്രൂ ഒക്കെ. ഇത് തുറന്നിട്ട് വേണം നമ്മുടെ മെമ്മറി കാർഡ് ഇടാനുള്ളത്. അപ്പോൾ microSD കാർഡാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റീസെറ്റ് ബട്ടനും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാമറ റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2 സ്ക്രൂ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ചെറിയൊരു ലിഡ് പോലത്തെ ഒരു സംഭവം തുറന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മെമ്മറി കാർഡ് ഇടുന്നത്. അപ്പോൾ ക്യാമറ കണ്ടാൽ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പൊന്താനും താഴ്ത്താനൊക്കെ പറ്റും. ഇവിടെയായിട്ട് ഇങ്ങനെയൊക്കെ തിരിയണ ഒരു ടൈപ്പാണ്. ഞാൻ പറഞ്ഞില്ല, 360 ഒക്കെ ഉണ്ടെന്നാണ് ഇതിൻ്റെ എഴുതിയാണ്. ഇവിടെ ഈ ക്യാമറയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് നോക്കിയാൽ നമുക്കൊരു സ്പീക്കർ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നത് ഈ സ്പീക്കറിലേക്ക് കയറ്റാൻ പറ്റും. പിന്നെ ഇത് ഒരു ക്ലാമ്പാണ്, നമുക്ക് എന്തെങ്കിലും ഫിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ വയറിന് ഏകദേശം ഇത്ര ഒരു ലെങ്ത് ഉണ്ട്. പിന്നെ ബാക്കി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെ കിട്ടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ നെറ്റിൻ്റെ കേബിൾ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി, വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുക്കേണ്ടതാണ്. നമ്മൾ നെറ്റിൻ്റെ വയറുമ്മ കണക്ട് ചെയ്തിട്ട് ഇതുമ്മ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു കണക്ടറാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയാണ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ക്യാമറ പവർ ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഈ അഡാപ്റ്ററൊക്കെ നീളം ഏകദേശം കുറച്ചുണ്ട്. അപ്പോൾ ഈ 2 കണ്ട, ഈ കേബിളിന്മേൽ നമ്മൾ ഈ അഡാപ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് പവർ വരുന്നതാണ്. അപ്പോൾ ഇതാണ് വെച്ചാണ് നമ്മൾ ക്യാമറയ്ക്ക് കറണ്ട് കൊടുക്കുന്നത്. ക്യാമറ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള പവർ വേണ്ടത്. ബാറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ
അപ്പോൾ ഇത് ബാറ്ററിയിലുള്ള ക്യാമറകളുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കറണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്യാമറയാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു ക്ലാമ്പ് പോലത്തെ ഒരു അഡാപ്റ്ററാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചുമരുമ്മയാണ് ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ ചുമരുമ്മ ഈ ക്ലാമ്പ് ഇങ്ങനെ ഫിക്സ് ചെയ്യും. അതിനകത്ത് ഹോളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 8 എണ്ണത്തിൻ്റെ അടുത്ത് ഹോളുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുമരുമ്മ ഫിക്സ് ചെയ്തിട്ട് ആണി അടിച്ചിട്ട് വയ്ക്കും. ഇത് ഈ ക്ലാമ്പ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെറുതെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെറുതെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാമ്പ് ഇതുമ്മ ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാമ്പ് എവിടെയെങ്കിലും ചുമരുമ്മ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ക്യാമറ വെറുതെ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ വേണമെങ്കിൽ ഊരിയെടുക്കണം എന്നുണ്ടെങ്കിലും ഇതുമേന്ന് ഇങ്ങനെ വെറുതെ വലിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ക്ലാമ്പ് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുക, അതിന് ശേഷം നമ്മുടെ ക്യാമറ വെറുതെ വെച്ച് കൊടുക്കുക. വേറെ സെപ്പറേറ്റ് ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടി വേറെ സംഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ വയറൊക്കെ കണ്ട അവർ കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് പുറത്തേക്ക് വരാൻ രീതിയിലൊക്കെ ഡിസൈനിലാണ് ഇത് ബിൽഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കിനി ബാക്കി ഈ ബോക്സിലായിട്ടുള്ളത് ഇതിൻ്റെ 2 സ്ക്രൂസാണ്. 2 ഒരു 4 സ്ക്രൂസും പിന്നെ അതിൻ്റെ ഗ്രിപ്പും കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഈ പേപ്പേഴ്സാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ കിട്ടുന്നതാണ്. ഈ സ്റ്റിക്കർ എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്ത് കണ്ട AB എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇതിന് ക്ലാമ്പിന് ഹോൾ ഉണ്ടാക്കുമ്പോൾ ചുമരുമ്മ ഒരു അളവ് കിട്ടില്ലല്ലോ, നമുക്ക് നേരിട്ട് പിന്നെ അളവെടുത്ത് കുറേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റിക്കർ എവിടെയാണ് ഹോൾ ഉണ്ടാക്കേണ്ടത് അവിടെ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കുക. അതിന് ശേഷം ഈ AB എന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഓരോ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ക്ലാമ്പ് അതൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക്. അപ്പോൾ അതുകൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് പേപ്പേഴ്സും കൂടെ കിട്ടുന്നതാണ്. ഇത് വാറൻറ്റി, ഗ്യാരണ്ടി അങ്ങനെ സംതിങ് കാര്യങ്ങളാണ്. പിന്നെ നമുക്കിതിൻ്റെ ക്യാമറയുടെ വർക്കിങ്ങിലോട്ട് പോയാലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാം അതിൻ്റെ ഏത് സ്ഥലത്തേക്ക് തിരിയണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് പതിയെ ഊരി മാറ്റിക്കോ. ഇതിൻ്റെ അലാറമാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. കണ്ട ഗൈസ്, ഇത്ര ശബ്ദമാണ് ഇതിൻ്റെ അലാറം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയിട്ട് മഴ നനയാത്ത രീതിയിൽ ഇതുപോലെയാണ് ഫിക്സ് ചെയ്തതാണ്. നിങ്ങളിപ്പോൾ വീടുമ്പോൾ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാമ്പ് നേരിട്ട് നിങ്ങളുടെ ഈ ചുമരുമ്മ ഫിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അതിൻ്റെ വയറിനൊക്കെ നീട്ടം വെച്ചിട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളിതുപോലെ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ കെട്ടി ചുറ്റി അവിടെ ഇൻസുലേഷനൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയും നീട്ടത്തിലുള്ളൊരു കമ്പിയുമ്പോഴാണ് വെച്ചേണേ. എന്നിട്ട് ഞാൻ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സിമെൻറ്റ് ഇട്ടിട്ട് ഇത് വെക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്നുള്ളത്. അത് ഈ വയറൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല, അടിയിലുള്ളത് അത് നമ്മുടെ അളവ് നോക്കിയിട്ട് ഒട്ടിക്കാമെന്ന് വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അത് കണ്ട ഇത്ര ഹൈറ്റിൽ പൊന്തിച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മളിത് ഈ വയറൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ സിമെൻറ്റൊക്കെ ഇട്ട് ഇത് ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റിലേക്ക് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങളുടെ വീടിനെ നിരീക്ഷിക്കാൻ പറ്റും. എന്തോരായി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാമറയിലെ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത്ര ഹൈറ്റിൽ നിന്നുള്ള വിഷ്വലാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട ഗൈസ്, നല്ല HD ക്ലാരിറ്റി ഒക്കെ ഇല്ലേ. പിന്നെ നമുക്ക് അവിടെ നിന്ന് അവർ സംസാരിക്കണത് വല്ലതും കേൾക്കാൻ പറ്റുമെന്ന് നമ്മളിനി ടെസ്റ്റ് ചെയ്യാൻ പോണേ. ശബ്ദമൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ കേട്ടത് നമ്മുടെ ക്യാമറയിൽ അവിടെ നിന്നുള്ള ശബ്ദമാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പണിയൊക്കെ എങ്ങനെയായിരുന്നു, നിങ്ങൾക്കിപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇൻ്റർനെറ്റിലൂടെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങളുടെ വീട് പണി അറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വല്ല കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൂൾസൊക്കെ ഇവിടെ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ ക്യാമറയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വീട് പണിയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വിദേശത്തോ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വീടിനെ നിരീക്ഷിച്ച് അതിൻ്റെ എന്തോരം പണിയായി എന്നെല്ലാം നമുക്ക് ലൈവായിട്ട് എപ്പോൾ വേണമെങ്കിലും നൈറ്റ് വിഷനിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കി. നല്ല ക്ലാരിറ്റി HD ഒക്കെ ഉള്ളൊരു ക്യാമറയാണ് ഗൈസ്. AI ഒക്കെ പവറൊക്കെ ഉള്ള ഒരു 360 ഡിഗ്രി ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ അൺബോക്സിങ് അടിപൊളി വീഡിയോസൊക്കെ വീണ്ടും കാണുന്നതിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബായ്.